ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് വർത്തമാൻ കാലാണ്. ഹിന്ദിയിൽ ക്രിയ ഏത് സമയത്ത് നടക്കുന്നു എന്ന് കാണിക്കുന്ന രൂപത്തെയാണ് കാൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വർത്തമാൻ കാൽ അഥവാ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കാലാണ്. ഓൾറെഡി നമ്മൾ കാൽ ഓർ ഉസ്കെ ബേദ് എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വർത്തമാന കാലത്തിന് 3 ഭേദങ്ങളുണ്ട്. ഒന്നാമത്തെയാണ് സാമാന്യ വർത്തമാൻ കാൽ, സാധാരണ വർത്തമാന കാലം. क्रिया के जिस रूप से सामान्यतः यह प्रकट है कि कार्य का समय വർത്തമാൻ में है. ഒരു പ്രവൃത്തി ഇപ്പോൾ സാധാരണയായി നടക്കുന്നു എന്ന് മാത്രം അറിയിക്കുമ്പോൾ അതിനെ സാധാരണ വർത്തമാനകാലം എന്ന് പറയുന്നു. ഇവിടെ പ്രവൃത്തി പൂർത്തിയായോ ഇല്ലയോ എന്നത് പ്രാധാന്യമില്ല. ന കാര്യക്ക് അപൂർണ്ണ ഹോനെ കാ സങ്കേത് മിലേന സന്ദേഹ കാ. പ്രവൃത്തി തുടരുകയാണോ എന്ന സൂചനയില്ല, സംശയവുമില്ല, വെറും സാധാരണ സത്യമോ പതിവോ പറയുന്നതാണ്. വേ ജാത്തേ ഹേ, അവർ പോകുന്നു. ഇതൊരു സാധാരണ പ്രവൃത്തിയാണ്. അവർ ഇപ്പോൾ പോകുന്നുണ്ടോ എന്നതല്ല, പതിവായി പോകുന്നു എന്ന് അർത്ഥം. വഹ് സുബഹ് ഉഠാത്തേ ഹേ, അവൻ രാവിലെ എഴുന്നേൽക്കുന്നു. ഇത് അവൻ്റെ പതിവ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. പിന്നെ വിശേഷ്, സാമാന്യ വർത്തമാൻ കാൽ സെ അദത് ഹോനെ ക്യാ സങ്കേത് ഭി മിലാത്ത ഹേ. ഈ കാലം ഒരാളുടെ ശീലം അല്ലെങ്കിൽ പതിവ് കാണിക്കാനും ഉപയോഗിക്കുന്നു. വഹ് ആത്താ രഹത്താ ഹേ, അവൻ വരാറുണ്ട്, പതിവായി ആവർത്തിച്ചു വരുന്ന പ്രവൃത്തിയാണ്. മേം കേരൾ ജാത്താ രഹത്തെ, ഞാൻ കേരളത്തിലേക്ക് പോകാറുണ്ട്. അപ്പം എപ്പോഴും പതിവിൽ സാധാരണയായി നടക്കുന്ന ഒരു കാരണത്തെ സൂചിപ്പിക്കുന്നതാണ്, പതിവ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സാമാന്യ വർത്തമാൻ കാൽ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് അപൂർണ വർത്തമാൻ കാൽ, താത്കാലിക് ഓർ വർത്തമാൻ കാൽ. അപൂർണ, തുടരുന്ന വർത്തമാനകാലം. क्रिया के जिस रूप से यह बोध हो कि വർത്തമാൻ കാൽ में कार्य अभी पूर्ण नहीं हुआ. പ്രവൃത്തി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല, ഇപ്പോൾ നടക്കുകയാണ് എന്ന് അറിയിക്കുന്ന കാലമാണത്. അതായത് വഹ് ചൽ രഹാ ഹെ, പ്രവൃത്തി തുടരുകയാണ്, ഇത് കണ്ടിന്യൂസ് ആക്ഷനാണ്. കപിൽ ഖേൽ രഹാ ഹെ, കപിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ തന്നെ കളി നടക്കുകയാണ്. ആചാര്യ പഠ് രഹേ ഹെ, ആചാര്യൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അതും ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയാണ്, പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. വിശേഷ്, इस काल का प्रयोग भविष्य में होने वाले कार्य का संकेत करने के लिए भी किया जाता है. ചിലപ്പോൾ ഈ കാലം ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട്. വഹ് കൽ പഠന ജാ രഹേ ഹെ, അവൻ നാളെ പട്ടണയിലേക്ക് പോകുകയാണ്. ഇവിടെ ജാ രഹാ ഹെ വർത്തമാന കാലമാണെങ്കിലും അർത്ഥം ഭാവി കാലമാണ്. പ്രധാനമന്ത്രി 20 മാർച്ച് കോ യഹാം ആജ് രഹേ ഹെ, പ്രധാനമന്ത്രി മാർച്ച് 20 ഇവിടെ വരുന്നതും ഭാവിയിൽ നിശ്ചയിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ്. പിന്നെ മൂന്നാമത്തതാണ് സന്ദിഗ്ധ വർത്തമാൻ കാൽ, സംശയ വർത്തമാനകാലം. ജിസ് ക്രിയാരൂപ സെ വർത്തമാൻ കാൽ മേം കാര്യ കെ ഹോനെ മേം സന്ദേഹ കാ ബോധ ഹെ, ഒരു പ്രവൃത്തി നടക്കുകയാണോ എന്നതിൽ ഉറപ്പില്ലാതെ സംശയത്തോടെ പറയുമ്പോൾ ഈ കാൽ ഉപയോഗിക്കുന്നു. ഇപ്പം നടക്കുന്ന ഉറപ്പില്ലാത്തൊരു കാര്യം പറയില്ല, അതാണ്. അധ്യാപക മഹോദയ ആത്തേ ഹോങ്കെ, അധ്യാപകൻ വരുന്നതായിരിക്കും, ഇവിടെ ഉറപ്പില്ല, വെറും അനുമാനമാണ്. ഇപ്പം നമ്മൾ പറയും ടീച്ചർ ചിലപ്പോൾ വരുള്ളൂ, അങ്ങനെ. പിതാജി ദഫ്തർ പഹുഞ്ച് ജാത്തേ ഹോങ്കെ, അച്ഛൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടാകും, ഇതും സംശയമോ ഒരു ഇതോ ആയിരിക്കും. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ വർത്തമാൻ കാൽ എന്ന വിഷയം അതിൻ്റെ 3 ഭേദങ്ങളും പഠിച്ചു. അതായത് സാമാന്യ വർത്തമാൻ കാൽ എന്ന് പറഞ്ഞാൽ പതിവായി അല്ലെങ്കിൽ സാധാരണ നടക്കുന്ന പ്രവൃത്തിനെയാണ്. അപൂർണ വർത്തമാൻ കാൽ, ഇപ്പോൾ തുടരുന്ന പ്രവൃത്തി. സന്ദിഗ്ധ വർത്തമാൻ കാൽ എന്ന് പറഞ്ഞാൽ സംശയത്തോടെയോ അനുമാനത്തോടെയോ പറയുന്ന പ്രവൃത്തിയാണ്. ഹിന്ദി വ്യാകരണത്തിൽ കാലങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ശരിയായ കാലം ഉപയോഗിച്ചാൽ ഭാഷ കൂടുതൽ വ്യക്തവും മനോഹരവുമാകും. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ.